പാലപ്പൂ ഇതിലോട്ട് നമുക്ക് ഇനി വരാം. പാലപ്പൂതൽ സത്യം പറഞ്ഞാൽ വളരെ ആക്സിഡന്റലി സംഭവിച്ചൊരു പാട്ട്. ഞാൻ ശരി. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉം. എന്ന് വെച്ചാൽ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ അവിടെ ചിത്ര ചേച്ചിയുടെ ഒരു ഓഡിയോ കമ്പനി ഉണ്ട്, ആഹാ. ഓഡിയോ ട്രാക്സ് തൊട്ട് അതിൻ്റെ ഒരു ആൽബത്തിൻ്റെ പാട്ട് പാടാനായിട്ട് ഞാൻ ചെന്നൈയിൽ ആ സ്റ്റുഡിയോയിൽ പോയതായിരുന്നു. 2-3 ദിവസത്തേക്ക് നിന്നിട്ട് മൂന്നോ നാലോ പാട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പാടാൻ വേണ്ടി ഞാനിങ്ങനെ മേലത്തെ സ്റ്റുഡിയോയിൽ പാടി കഴിഞ്ഞ് ഞാനൊരു ബ്രേക്കിന് പുറത്തേക്ക് വരുമ്പോൾ താഴത്തെ സ്റ്റുഡിയോയിൽ ശരത്തേട്ടൻ വർക്ക് ചെയ്തോണ്ടിരിക്കും. ശരിയാ. അന്ന് മുതൽ ശരത്തേട്ടനെ അറിയാം, 2001 മുതൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കാണും പല വേദികളിലൊക്കെ വെച്ചിട്ട്. ഗന്ധർവ സംഗീതം തൊട്ടുള്ള അതുണ്ട്. 2001 മുതൽ. അതിനുശേഷം ഒരുപാട് ഗന്ധർവ സന്ധ്യകളിൽ ശരത്തേട്ടൻ കണ്ടക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഈ മ്യൂസിക് കണ്ടക്ട് ചെയ്യാൻ. അപ്പം ഒരു കവിത പ്രഭാവർമ്മ സാർ എഴുതിയൊരു കവിത, ദാസാറിനെ പറ്റി എഴുതിയൊരു കവിത ശരത്തേട്ടൻ ട്യൂൺ ചെയ്തിട്ട് പെട്ടെന്ന് ട്യൂൺ ചെയ്ത് നമ്മൾ ദാസാറിന്റെ മുന്നിൽ പാടേണ്ട ഒരു വേദി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നെ കൊണ്ട് പാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി.